പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവർക്ക് അനുകൂലമായി സംസാരിച്ചിരുന്നവർക്ക് വരെ ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വന്നു. അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ സതീശനെക്കുറിച്ച് ഇന്നലകളിൽ കോൺഗ്രസ് അനുകൂലമായിട്ട് പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിരുന്ന രാജൻ ജോസഫ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ സതീശനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ നിലപാടിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് വി.എസ്. അച്യുതാനന്ദനാണ്. എക്കാലത്തെയും ഫൈറ്റർ ആയിരുന്നു. കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും മോശമൊന്നുമല്ല. രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, ഇ.കെ. നായനാർ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, ഉമ്മൻചാണ്ടി നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെ ആന്റണി പിന്നെ മുഖ്യമന്ത്രി ആയാലും പിന്നെ പ്രതിപക്ഷ നേതാവായാലും പുള്ളി ഒരു നിർഗുണ പരബ്രഹ്മനാണ്. അതുകൊണ്ട് പിന്നെ പുള്ളിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. പക്ഷെ സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട എക്കാലത്തെ ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ, വി.ഡി. സതീശൻ എന്നുള്ളത്. കഞ്ഞിക്കുടി സതീശൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് പിന്നെ തൽക്കാലം വിക്കിപീഡിയക്കാർ ഉപയോഗിച്ചോട്ടെ. എന്ത് കാര്യങ്ങളാണ് വി.ഡി. സതീശൻ റൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഇത്രയും കാലത്ത് പ്രതിപക്ഷ നേതാവായിട്ട് 4 വർഷം പിന്നെ പൂർത്തീകരിക്കുമ്പം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? പുള്ളി ഈ പുട്ടൻ തേങ്ങിട്ട പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കാര്യം കേട്ടല്ലോ. ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് കേരളം കണ്ടതിൽ വെച്ച് ആ രീതിയിലേക്ക് അഭിപ്രായം ചെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എത്രമാത്രം UDF അനുകൂല രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്നവരെ പോലും വെറുപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. സതീശന്റെ ഏകാധിപത്യ പ്രവണതയെല്ലാം പർച്ചേസ്ഡ് മാധ്യമങ്ങൾ വലിയ സംഭവമായി അവതരിപ്പിക്കുമ്പോൾ അതല്ല, സതീശൻ എന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും സർവനാശമാണെന്നുള്ള തിരിച്ചറിവാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. പറയാൻ നിർബന്ധിതരാകുകയാണ്. കാര്യം കോൺഗ്രസിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവർ, പ്രത്യേകിച്ച് രാജൻ ജോസഫിനെ പോലുള്ള വ്യക്തികൾ, മുൻപ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന വ്യക്തി, അദ്ദേഹം പിന്നീട് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി തെറ്റി ശക്തമായ ഇടതുപക്ഷ വിമർശകനായി മാറുകയാണ്. അങ്ങനെയുള്ള വ്യക്തി സതീശനെ കുറിച്ച് ഈ വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കണ്ടിട്ട് സഹികെട്ടായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടാവുക. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് വി.എസ്. അച്യുതാനന്ദനാണ്. എക്കാലത്തെയും ഫൈറ്റർ ആയിരുന്നു. കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും മോശമൊന്നുമല്ല. രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, ഇ.കെ. നായനാർ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, ഉമ്മൻചാണ്ടി നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെ ആന്റണി പിന്നെ മുഖ്യമന്ത്രി ആയാലും പിന്നെ പ്രതിപക്ഷ നേതാവായാലും പുള്ളി ഒരു നിർഗുണ പരബ്രഹ്മനാണ്. അതുകൊണ്ട് പിന്നെ പുള്ളിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. പക്ഷെ സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട എക്കാലത്തെ ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ, വി.ഡി. സതീശൻ എന്നുള്ളത്. കഞ്ഞിക്കുടി സതീശൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് പിന്നെ തൽക്കാലം വിക്കിപീഡിയക്കാർ ഉപയോഗിച്ചോട്ടെ. എന്ത് കാര്യങ്ങളാണ് വി.ഡി. സതീശൻ റൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഇത്രയും കാലത്ത് പ്രതിപക്ഷ നേതാവായിട്ട് 4 വർഷം പിന്നെ പൂർത്തീകരിക്കുമ്പം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? പുള്ളി ഈ പുട്ടൻ തേങ്ങിട്ട പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കാര്യം. കോൺഗ്രസിലെ കുറച്ച് പെട്ടിയെടുപ്പുകാർക്കും കുറച്ച് പർച്ചേസ്ഡ് മാധ്യമങ്ങൾക്കപ്പുറം അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വരെ സതീശന്റെ പ്രവർത്തനവും ശൈലിയും വലിയ എതിർപ്പുണ്ടാക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് നിങ്ങൾ കേട്ടത്. എന്തായാലും രാജൻ ജോസഫിനെ പോലുള്ളവർ വരെ പ്രതിപക്ഷ നേതാവിനെ ഈ രീതിയിൽ തള്ളിപ്പറയുമ്പോൾ എന്താണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ നയിക്കുന്ന കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന അവസ്ഥ വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്, വെളിവാകുന്നുണ്ട്. എന്തായാലും പല ശബ്ദങ്ങളും ഇതുപോലെ സതീശനെ തള്ളിപ്പറയുന്നുണ്ട്. നേരത്തെ കോൺഗ്രസിന് വേണ്ടി ഇലക്ട്രിഫിക്കേഷൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന KM ഷാജഹാനും അതിന് പിന്നാലെ രാജൻ ജോസഫും മറുനാടൻ മറുത ഉൾപ്പെടെയുള്ളവർ ആ നിലപാടിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ സതീശൻ എന്ന വ്യക്തി കോൺഗ്രസിൻ്റെ പെട്ടിയുടെ അവസാനത്തെ ആണി അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ രീതിയിൽ അവരുടെ ക്യാമ്പിൽ സപ്പോർട്ടേഴ്സായിട്ട് നിന്നവരുടെ ശബ്ദം മാറുന്നു എന്ന് വളരെ കൃത്യമായി അനുമാനിക്കേണ്ടിയിരിക്കുന്നു.